ഹലോ ഗുഡ് മോർണിംഗ്. അക്കൗണ്ടിംഗ് ഫോർ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് എന്ന ചാപ്റ്ററിനകത്ത് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു തിയറി പാർട്ടാണ്, എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ. ഓക്കെ, ദെൻ വാട്ട് യു മീൻ ബൈ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ? External reconstruction takes place when an existing weak company goes into liquidation for the purpose of selling its assets and liabilities to a newly formed company. External reconstruction എന്ന് പറയുന്നത് it takes place when an existing weak company goes into liquidation. നിലവിലുള്ള ഒരു വീക്ക് കമ്പനി ലിക്വിഡേഷനിലേക്ക് പോവുകയാണ്. നിലവിലുള്ള ഒരു കമ്പനി ലിക്വിഡേഷനിലേക്ക് പോകുക എന്ന് പറയുമ്പം ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് നഷ്ടങ്ങൾ മാത്രം സംഭവിക്കുന്നു, അതല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഷോർട്ടേജ് വരുന്നു, അതല്ലെങ്കിൽ കമ്പനി ഫ്യൂച്ചറിലൊന്ന് എക്സ്പാൻഷൻ നടത്താൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാവാം നിലവിലുള്ള ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ലിക്വിഡേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ഫോർ ദിസ് പർപ്പസ് സെല്ലിങ് ഇറ്റ്സ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ടു എ ന്യൂലി ഫോംഡ് കമ്പനി. ആ ലിക്വിഡേറ്റ് ചെയ്യപ്പെടുന്ന കമ്പനി ആ കമ്പനിയുടെ നിലവിലുള്ള അസറ്റ്സും ലാബിലിറ്റീസും മറ്റ് കാര്യങ്ങളുമെല്ലാം ഒരു ന്യൂലി ഫോംഡ് കമ്പനിക്ക് സെയിൽസ് ചെയ്യപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് നിലവിലുള്ള എക്സിസ്റ്റിംഗ് വീക്ക് കമ്പനി എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ലിക്വിഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതേസമയം ഒരു പുതിയ കമ്പനി രൂപീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്, ഒരു ലിക്വിഡേഷൻ അതുപോലെ തന്നെ വൺ ഫോർമേഷൻ. ഇൻ ദ കേസ് ഓഫ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ദർ ഈസ് വൺ ലിക്വിഡേഷൻ ആൻഡ് വൺ ഫോർമേഷൻ. ഒരു ലിക്വിഡേഷനും നടക്കുന്നുണ്ട്, ഒരു ഫോർമേഷനും നടക്കുന്നുണ്ട്. ഈ രീതിയിലാണ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ നടക്കുന്നത്. ദെൻ കേസസ് ഓഫ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ. എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ നടക്കുന്ന കേസസ് എങ്ങനെയൊക്കെയാണെന്നാണ്. when a company accumulate huge losses and assets are overvalued. ഇതാണ് ഒന്നാമത്തെ കാരണം. when a company accumulate huge losses, കമ്പനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുവാണ്? വലിയ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക, വലിയ തോതിലുള്ള നഷ്ടങ്ങൾ തുടർച്ചയായിട്ട് വരിക. അതുപോലെ തന്നെ അസറ്റ്സ് ആർ ഓവർ വാല്യൂഡ്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റിനകത്ത് കാണുന്ന ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി ഇങ്ങനെയുള്ള അസറ്റുകളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? കമ്പനി ഓവർ വാല്യൂഡ് ആണ്, അതായത് നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ വില കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അസറ്റുകൾ ഓവർ വാല്യൂഡ് ആവുക, അതുപോലെ തന്നെ തുടർച്ചയായിട്ട് നഷ്ടങ്ങൾ സംഭവിക്കുക. ഇതാണ് ഒന്നാമത്തെ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനുള്ള റീസൺ. മറ്റൊന്ന്, when a company wants to expand its operation, കമ്പനി അതിൻ്റെ ഓപ്പറേഷൻ എക്സ്പാൻഷൻ നടത്താൻ തീരുമാനിക്കുന്നു. മറ്റൊന്ന്, when there is shortage in working capital, വർക്കിംഗ് ക്യാപിറ്റലിന് ഷോർട്ടേജ് നേരിടുന്നു. then when a company wishes to change its domicile, കമ്പനി എന്ത് ചെയ്യുകയാണ്? നിലവിലുള്ള അതിൻ്റെ പൊസിഷൻ, സ്ഥിതി എവിടെയാണോ അത് നിലനിൽക്കുന്നത് അവിടെ നിന്ന് അത് മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിക്കുന്നു. ഇങ്ങനെയുള്ള പല കാരണങ്ങളാണ് എന്ത് ചെയ്യുന്നത്? റീകൺസ്ട്രക്ഷന് കാരണമായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഈ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ പറയാൻ കാരണം നമുക്കറിയാം, അമാൽഗമേഷൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 14 പ്രകാരമാണ് അമാൽഗമേഷൻ എന്താണെന്ന് പറയുന്നത്. ഓക്കെ, ആ അമാൽഗമേഷനകത്ത് ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ് അബ്സോർപ്ഷനും എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനും. ഓക്കെ, അപ്പോൾ ഈ ബിസിനസ് കോമ്പിനേഷൻ എന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം തന്നെ അമാൽഗമേഷൻ്റെ പ്രോബ്ലം അതുപോലെ തന്നെയാണ്. എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനകത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പിന്നീട് ഈ ചാപ്റ്ററിനകത്ത് പറയേണ്ട മറ്റൊരു കാര്യമുള്ളത് ഡിസെൻഡിങ് ഷെയർ ഹോൾഡർ ആരാണെന്നാണ്. ഓക്കെ, ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് ആർ ദ ഷെയർ ഹോൾഡേഴ്സ് ഹു ആർ എഗെയിൻസ്റ്റ് ദ സ്കീം ഓഫ് കോമ്പിനേഷൻ. ബിസിനസ് കോമ്പിനേഷൻ എന്ന സ്കീമിന് എതിരായിട്ട് നിൽക്കുന്ന ഷെയർ ഹോൾഡേഴ്സിനെയാണ് ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ കമ്പനികൾ കമ്പൈൻ ചെയ്തുകൊണ്ട് പുതിയൊരു കമ്പനി രൂപീകരിക്കലാണ്, അല്ലേ? നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, എ അക്വയർ ദ ബിസിനസ് ഓഫ് ബി ലിമിറ്റഡ്. എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ബി ലിമിറ്റഡ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയെ ടേക്കൺ ഓവർ ചെയ്യുന്നു, ഏറ്റെടുക്കുന്നു. ആ സമയത്ത് എ ലിമിറ്റഡ് ബി ലിമിറ്റഡിൻ്റെ ഷെയർ ക്യാപിറ്റലും അതുപോലെ തന്നെ അസറ്റ്സും ലാബിലിറ്റിയും എല്ലാം ടേക്കൺ ഓവർ ചെയ്യണം, അല്ലേ? ആ സമയത്ത് ഷെയർ ക്യാപിറ്റൽ ടേക്കൺ ഓവർ ചെയ്യുന്ന സമയത്ത് ബി ലിമിറ്റഡിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ആ ഒരു ബിസിനസ് കോമ്പിനേഷന് താല്പര്യമില്ല എന്ന് വിചാരിക്കുക.
അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എതിർക്കുന്ന ഷെയർ ഹോൾഡേഴ്സിനെയാണ് ഈ ഒരു കോമ്പിനേഷനെ എ ലിമിറ്റഡ് അക്വയർ ദ ബി ലിമിറ്റഡ് എന്ന് പറയുന്ന സമയത്ത് എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ബി ലിമിറ്റഡിനെ ടേക്കൺ ഓവർ ചെയ്യുന്നു. അങ്ങനെ ടേക്കൺ ഓവർ ചെയ്യുന്ന സമയത്ത് ബി ലിമിറ്റഡിൻ്റെ ഷെയർ ക്യാപിറ്റലും അസറ്റ്സും ലാബിലിറ്റിയും എല്ലാം ടേക്കൺ ഓവർ ചെയ്യണം എ ലിമിറ്റഡ്. അങ്ങനെ ടേക്കൺ ഓവർ ചെയ്യുന്ന സമയത്ത് അതിനെ എതിർക്കുന്ന ഷെയർ ഹോൾഡേഴ്സിനെ നമുക്ക് ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയാം. ദേ റിഫ്യൂസ് ടു ട്രാൻസ്ഫർ ദെയർ ഷെയർ ക്യാപിറ്റൽ ടു ദ അക്വയർ കമ്പനി ഇൻ അക്കോർഡൻസ് വിത്ത് ദ സ്കീം ഓഫ് ബിസിനസ് കോമ്പിനേഷൻ. ഈ ഒരു ബിസിനസ് കോമ്പിനേഷൻ എന്ന സ്കീമിലൂടെ ഇങ്ങനെ അക്വയർ ചെയ്യുന്ന സമയത്ത്, ടേക്കൺ ഓവർ ചെയ്യുന്ന സമയത്ത് അക്വയർ കമ്പനി ഇത് ഏറ്റെടുക്കുന്നതിനെ എതിർത്ത് നിൽക്കുന്ന ഷെയർ ഹോൾഡേഴ്സാണ് ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ്. ഇൻ സച്ച് എ കേസ് ദ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഹെൽഡ് ബൈ ദ ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ടു എ സെപ്പറേറ്റ് അക്കൗണ്ട്. ദാറ്റ് അക്കൗണ്ട് ഈസ് ആൾസോ കാൾഡ് ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഇങ്ങനെ ടേക്കൺ ഓവർ ചെയ്യുന്ന സമയത്ത് ഈ എതിർക്കുന്ന ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഷെയർ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു, കമ്പനി ഒരു സെപ്പറേറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. ആ അക്കൗണ്ടിനെയാണ് ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കുന്നു, ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. ആ ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും, ഈ എതിർക്കപ്പെടുന്ന ടേക്കൺ ഓവർ ചെയ്യുന്നതിനെ എതിർക്കുന്ന ഷെയർ ഹോൾഡേഴ്സിൻ്റെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. ഇതാണ് ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ രണ്ട് തിയറി പാർട്ട് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കുക. ഇതോടുകൂടി നമ്മൾ ഈ ഒരു അക്കൗണ്ടിങ് ഫോർ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ നമ്മൾ അവിടെ ക്ലോസ് ചെയ്യുവാണ്. അപ്പോൾ അതിനകത്ത് പഠിച്ച കാര്യങ്ങൾ നമുക്കറിയാം. എന്താണ് ബിസിനസ് കോമ്പിനേഷൻ എന്ന് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം അമാൽഗമേഷൻ എന്താണ്, അമാൽഗമേഷനുമായി ബന്ധപ്പെട്ട് രണ്ട് തരത്തിലുള്ള അമാൽഗമേഷൻ ഉണ്ട്. അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ, അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ്. അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജിങ്ങിനകത്ത് 5 കണ്ടീഷൻ ഫോളോ ചെയ്തുകൊണ്ടുള്ള അമാൽഗമേഷനാണ് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ എന്ന് പറയുന്നത്. ആ 5 കണ്ടീഷൻ ഫോളോ ചെയ്യാതെ വരുന്ന അമാൽഗമേഷനെ നമ്മൾ എന്തെന്ന് പറയും, അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് എന്ന് പറയും. ദെൻ പിന്നീട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുക പർച്ചേസ് കൺസിഡറേഷൻ എന്താണെന്നാണ്. ദെൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിനകത്തെ. വാട്ട് യു മീൻ ബൈ പർച്ചേസ് കൺസിഡറേഷൻ? എന്താണ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്? സോ ഇറ്റ് ഇസ് ദ എമൗണ്ട് പെയ്ഡ് ബൈ ദ ട്രാൻസ്ഫറിംഗ് കമ്പനി ടു ദ ട്രാൻസ്ഫറർ കമ്പനി ഫോർ ദ അക്വിസിഷൻ ഓഫ് ദ ബിസിനസ്. ബിസിനസ് അക്വയർ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ട്രാൻസ്ഫറർ കമ്പനിക്ക് നൽകുന്ന പേയ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് 4 മെത്തേഡ്സ് ഉണ്ട്. ലംസം മെത്തേഡ്, നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ്, നെറ്റ് അസറ്റ് മെത്തേഡ്, ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡ്. ഇതിനകത്ത് നെറ്റ് അസറ്റ് മെത്തേഡും നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മെത്തേഡുകളാണ്. പ്രോബ്ലത്തിനകത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യലാണ്. അവിടെ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ 99.9% ചോദിക്കുക നെറ്റ് അസറ്റ് മെത്തേഡോ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡോ ആയിരിക്കും. അപ്പോൾ ആ 2 മെത്തേഡ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്കറിയണം. അതോടൊപ്പം ലംസം മെത്തേഡും ഉണ്ട്, ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡും ഉണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 2 3 പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രോബ്ലം ഈ ടെസ്റ്റിനകത്ത് ഇനി ഒരുപാട് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം, നിങ്ങൾ ടെസ്റ്റിനകത്ത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണം. ക്വസ്റ്റ്യൻ ഇനിയും നമ്മൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി പഠിപ്പിക്കാനുണ്ട്, ആ ഭാഗത്തേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് പ്രോബ്ലം നിങ്ങൾ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നമ്മൾ ചെയ്യുന്നത് കൃത്യമായിട്ടും പറയാം. സോ ടു പ്രൊവൈഡിങ് എ വേ, ഒരു വേ മാത്രമാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. ബാക്കി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ പ്രോബ്ലം നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. വലിയ പ്രോബ്ലംസ് ആണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് അറിയാലോ 3 4 വീഡിയോ ആയിട്ടൊക്കെയാണ് ഓരോ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് നിങ്ങളൊന്ന് കമ്പൽസറി ആയിട്ടും വാങ്ങണം. അതിനകത്തുള്ള പ്രോബ്ലംസ് നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്ത് നോക്കണം. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് അടുത്ത ചാപ്റ്റർ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്, അമാൽഗമേഷനുമായി ബന്ധപ്പെട്ട നിൽക്കുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ എന്നാണ് ചാപ്റ്ററിൻ്റെ ഹെഡിങ്. അപ്പോൾ അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ആരംഭിക്കും. ഓക്കെ, താങ്ക് യു.